ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് കവർ ചെയ്യുന്നത് ടെലിവിഷൻ എഞ്ചിനീയറിംഗിലെ ഹൈ ഡെഫിനിഷൻ ടി വി ആൻഡ് സാറ്റലൈറ്റ് ടി വി എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 12th വീഡിയോ ആണ്, അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോയും കൂടിയാണ്. സോ നമ്മൾ ഈ വീഡിയോയോട് കൂടി നമ്മൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. കേരള PSC സിലബസ് എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് HDTV, വാട്ട് ഈസ് ഫുൾ HD TV, വാട്ട് ഈസ് 4K TV. ഇത് റീസെൻറ്റ് ടെക്നോളജീസ് ആണ് ടെലിവിഷനിലെ. ഈ മൂന്ന് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അപ്പോൾ HDTVൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ മോഡുലേഷൻ സ്കീമാണ് നമ്മൾ HDTVയിൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കളർ ട്രാൻസ്മിഷൻ സ്കീം എങ്ങനെയാണ്, അതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെയാണ്, പിക്സൽ എങ്ങനെയാണ്, ഏത് ടൈപ്പ് സ്കാനിങ് നമ്മൾ യൂസ് ചെയ്യും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് HDTVയിൽ പഠിക്കാനുണ്ട്. HDTV റിസീവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോ അതിൽ ഫ്രെയിം സൈസ് എത്രയാണ്, വെർട്ടിക്കൽ ഫ്രീക്വൻസി എത്രയാണ്, ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി എത്രയാണ്, നമ്മൾ ടിപ്പിക്കൽ PAL സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു HDTVക്ക് ഉള്ളത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് HDTVയിൽ പറയാനുണ്ട്. അതുപോലെ നമുക്ക് പറയാനുള്ളത് സാറ്റലൈറ്റ് TV. സോ വാട്ട് ഈസ് സാറ്റലൈറ്റ് TV, വാട്ട് ഈസ് DTH, ഡയറക്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സാറ്റലൈറ്റ് TV വർക്ക് ചെയ്യുന്നത്, സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ലിങ്ക് ഫ്രീക്വൻസിയും ഡൗൺലിങ്ക് ഫ്രീക്വൻസിയും എന്താണ്, ഇങ്ങനെ കുറേ കോമൺ ടെർമിനോളജീസ് നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, സാറ്റലൈറ്റ് TVയിൽ പഠിക്കാനുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ നമുക്ക് പറയാനുള്ളത് HDTV ആൻഡ് സാറ്റലൈറ്റ് TV. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഏതൊക്കെയാണ് TV സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ TV ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്യണം. സോ ദ ടെലിവിഷൻസ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു അനലോഗ് TV ആൻഡ് ഡിജിറ്റൽ TV. സോ അനലോഗ് TV ആണ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പഠിച്ചത്. അനലോഗ് TV ആണ്. ദർ ആർ 3 അനലോഗ് TVs ബേസിക്കലി: PAL, NTSC ആൻഡ് CCAM. ഫേസ് ഓൾട്ടർനേഷൻ ലൈന്, നാഷണൽ ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി, CCAM അല്ലെ. ഈ 3 സിസ്റ്റംസ് നമ്മൾ പഠിച്ചിരുന്നു, 3 കമ്പാരിസണൊക്കെ പഠിച്ചിരുന്നു. ഇതാണ് അനലോഗ് TV. സോ ഡിജിറ്റൽ TVs ആർ basically classified into 3 types: STTV or standard definition television, EDTV or enhanced definition television, HDTV high definition television. So standard definition television തൊട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ബേസിക്കലി സ്റ്റാൻഡേർഡ് STTV അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ടെലിവിഷൻ ഹാസ് റെസൊല്യൂഷൻ and 4:3 aspect ratio as traditional analog television but is transmitted in digital fashion. അപ്പോൾ STTV എന്ന് പറഞ്ഞാൽ 4:3 റെസൊല്യൂഷൻ യൂസ് ചെയ്യുന്ന ടെലിവിഷൻ സിസ്റ്റമാണ്. അതുപോലെ സെയിം റെസൊല്യൂഷനും സെയിം ആസ്പെക്ട് റേഷ്യോ ആയിരിക്കും ഓർഡിനറി അനലോഗ് TVയുടെ. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, STTV ഈസ് ബേസിക്കലി ട്രാൻസ്മിറ്റഡ് ഇൻ ഡിജിറ്റൽ വേയിലാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് STTVയിൽ. നെക്സ്റ്റ് ആണ് EDTV. EDTV എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ഡെഫിനിഷൻ ടെലിവിഷൻ, EDTV ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം റെസൊല്യൂഷനാണ്, ഒന്നെങ്കിൽ 4:3 അല്ലെങ്കിൽ 16:9. അതിൻ്റെ റെസൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, STTVയും EDTVയും ഓൾമോസ്റ്റ് സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് STTV യൂസസ് ഇൻ്റർലേസ്ഡ് സ്കാനിങ്, EDTV യൂസസ് പ്രോഗ്രസീവ് സ്കാനിങ്. പ്രോഗ്രസീവ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്കാനിങ്ങിനായിരുന്നു പ്രോഗ്രസീവ് സ്കാനിങ് എന്ന് പറയുന്നത്. ഇൻ്റർലേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഓടും ഈവനുമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനായിരുന്നു ഇൻ്റർലേസ്ഡ് എന്ന് പറയുക. സോ ഇൻ്റർലേസ്ഡ് സ്കാനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് STTVയും, പ്രോഗ്രസീവ് സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, EDTVയാണ്. അപ്പോൾ EDTV എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ഡെഫിനിഷൻ ടെലിവിഷൻ. സോ തേർഡ് ടൈപ്പ് ഈസ് HDTV ആണ് നമുക്ക് സ്പെസിഫിക്കലി പഠിക്കാനുള്ളത്. HDTV or high definition television. The main advantage of HDTV is that aspect ratio is 16:9. Aspect ratio നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിത്ത് ഹൈറ്റ് റേഷ്യോ ആണ് അല്ലേ. നോർമൽ ട്രഡീഷണൽ ടെലിവിഷനിലൊക്കെ 4:3 ആയിരുന്നു. പക്ഷേ നമ്മൾ പഠിക്കുന്ന HDTVയിൽ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി 16:9 ആണ്. സോ നിങ്ങൾ നോക്ക്, 16:9 റെസൊല്യൂഷൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുള്ളൂ. സോ 3 സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് കാണാം, 3 റെസൊല്യൂഷൻ ലെവൽ കാണാം. 1280x720, 1920x1080, 1920x1080. ഈ 3 സ്റ്റാൻഡേർഡ്സ് HDTVയിൽ വരാം. അതിൽ ഈ 1280x720 എന്ന് പറയുന്നത് 720p
ബാക്കി 1920 അത് രണ്ട് ടൈപ്സ് വരാം, 1080i-യും 1080p-യും. നമുക്ക് എന്താ നോക്കാം. സോ HDTV നമ്മളിപ്പോൾ പറഞ്ഞു ഹൈ ഡെഫിനിഷൻ ടെലിവിഷനാണ്, 16:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ 3 സബ് ക്ലാസിഫിക്കേഷൻസ് വരാം HDTV-യിൽ. ഒന്നാണ് നോർമൽ HDTV, 720p HDTV. സോ P സ്റ്റാൻഡ് ഫോർ വിച്ച് ടൈപ്പ് ഓഫ് സ്കാനിങ് ഈസ് യൂസ്ഡ്, ഓർ വിച്ച് മീൻസ് പ്രോഗ്രസീവ് സ്കാനിങ് ഈസ് യൂസ്ഡ് ഇൻ HDTV. നമ്മൾ ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റെസൊല്യൂഷൻ 1280x720 ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡ് പ്രോഗ്രസീവ് സ്കാനിങ് ആണെങ്കിൽ ദിസ് ഇസ് 720p. ആസ്പെക്ട് റേഷ്യോ ഒക്കെ എല്ലാത്തിലും സെയിം തന്നെയാണ്, 16:9. അപ്പോൾ ഇതാണ് 720p. നെക്സ്റ്റ് ആണ് 1080i. സോ 1080i ഹാസ് എ റെസൊല്യൂഷൻ ഓഫ് 1920x1080 പിക്സൽ. റെസൊല്യൂഷൻ ലെവൽ 720pയേക്കാളും കൂടുതലാണ്. ബട്ട് വി ആർ യൂസിങ് ഇൻ്റർലേസർ സ്കാനിങ് ഹിയർ. വളരെ ക്ലിയർ ആണ്. ആസ്പെക്ട് റേഷ്യോ 16:9, യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡ് ഇൻ്റർലേസർ സ്കാനിങ്, അതുപോലെ റെസൊല്യൂഷൻ 1920x1080. ഇതിനാണ് നമ്മൾ 1080i HDTV എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ഈസ് 1080p. സോ എന്തായിരിക്കും P സ്റ്റാൻഡ് ഫോർ പ്രോഗ്രസീവ് സ്കാനിങ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രസീവ് സ്കാനിങ് ആണ്. നമ്മുടെ റെസൊല്യൂഷൻ എത്രയാണ്, 1920x1080 ആണ്. ആസ്പെക്ട് റേഷ്യോ 16:9 ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡ് പ്രോഗ്രസീവ് സ്കാനിങ് ആണെങ്കിൽ ദിസ് ഈസ് കോൾഡ് HDTV 1080p. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം 3 സ്റ്റാൻഡേർഡ്സ് HDTV-യിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു അനലോഗ് TVയും ഡിജിറ്റൽ TV നമ്മൾ ഡിഫറൻസ് പറഞ്ഞു, അനലോഗ് TVൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, ഡിജിറ്റൽ TVൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇതാണ് ബേസിക്കലി ടെലിവിഷൻ്റെ ബേസിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്കിനി പറയാനുള്ളത് HDTV ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. HDTV സ്റ്റാൻഡ് ഫോർ ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ. ദ മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് HDTV വിച്ച് ഓഫേഴ്സ് മച്ച് ക്ലിയർ പിക്ചർ ക്വാളിറ്റി ദാൻ സ്റ്റാൻഡേർഡ് TV. സ്റ്റാൻഡേർഡ് TV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിക്ചർ ക്വാളിറ്റി വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് HDTV ആണ്. ദ കളർ വിൽ ജനറലി ലുക്ക് മോർ റിയലിസ്റ്റിക് ഡ്യൂ ടു ദെയർ ഗ്രേറ്റ് ബാൻഡ്വിഡ്ത്ത്. ഹയർ ബാൻഡ്വിഡ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂവബിൾ ആയിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഹൈലി റിയലിസ്റ്റിക് ആയിരിക്കും. മറ്റേതിലൊരു ആർട്ടിഫിഷ്യൽ കളറായിരിക്കും നമുക്ക് നോർമലി സ്റ്റാൻഡേർഡ് ടെലിവിഷനിൽ ഫീൽ ചെയ്യാം. തേർഡ് പോയിന്റ് ഈസ് ദ ആസ്പെക്ട് റേഷ്യോ 16:9 മേക്സ് മോർ ഇൻറ്റൻസീവ് വ്യൂയിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വ്യൂയിങ് എക്സ്പീരിയൻസിന് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്നത് ഈ റെസൊല്യൂഷൻ കൊണ്ടാണ്. പിന്നെ മെയിൻ സ്പെഷ്യാലിറ്റി ഡോൾബി ഡിജിറ്റൽ 5.1 സറൗണ്ട് സിസ്റ്റം ഈസ് ബ്രോഡ്കാസ്റ്റ് അലോങ് വിത്ത് സ്റ്റാൻഡേർഡ് HDTV. ഡോൾബി 5.1 സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ക്ലിയർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് HDTVയെ കുറിച്ച് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് HDTVയിൽ തന്നെ കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ 480p. ഈ 480p ഏതായിരുന്നു? ഈ 480p ആയിരുന്നു ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ TV അല്ലെങ്കിൽ EDTV. ഇതൊക്കെ 480p ആയിരുന്നു. അതിൻ്റെ റെസൊല്യൂഷൻ എത്രയായിരുന്നു? 640x480 ആയിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് ഈ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് കാണാം 480p എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു HD 720 1280x720 ആണ് HD. 720pയും വരും 1080pയും വരും. നമ്മൾ പറഞ്ഞല്ലേ HDയിൽ രണ്ട് ടൈപ്പ്. 720p ആണെങ്കിൽ 1280x720, 1080p ആണെങ്കിൽ 1920x1080. സോ ഇത് നമുക്ക് ജനറലി FHD അല്ലെങ്കിൽ ഫുൾ HD എന്നും പറയാം. അപ്പോൾ നിങ്ങൾ ടെലിവിഷൻ സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെലിവിഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു 32 ഇഞ്ച് ടെലിവിഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് HDTV ആയിരിക്കും. ഇപ്പോൾ 40 ഇഞ്ചോ അതിന് മേലെയാണോ നോക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ഫുൾ HDTV ആയിരിക്കും. അതിനും മേലെയുള്ള ഹയർ റെസൊല്യൂഷൻ 50 ഇഞ്ചസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അത് 4K ടെലിവിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഓരോന്നിൻ്റെയും സൈസിനനുസരിച്ചാണ് അതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. സോ ഒരു അൾട്രാ HD ഡെഫിനേഷനും അവൈലബിൾ ആണ്. ഇത് മേ ബി എക്സാമിന് ചോദിക്കും, കാരണം ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ്. അൾട്രാ HD അല്ലെങ്കിൽ 4K എന്ന് പറയും. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 3840x2160 ആണ്. അപ്പോൾ ഇതാണ് HDTVയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇനി ഓർത്ത് വയ്ക്കുക. ഡെവലപ്മെൻറ്റ് HDTVൻ്റെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ അനലോഗ് TVൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ NTSC, CCAM, PAL പറഞ്ഞ പോലെ HDTVൻ്റെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് രണ്ട് ടെക്നോളജീസാണ് പറയാനുള്ളത്. ഒന്നാണ് മ്യൂസ് സിസ്റ്റം, NHK മ്യൂസ് സിസ്റ്റം എന്ന് പറയും. ഒന്നാണ് യുറേക്ക സിസ്റ്റം. സോ NHK മ്യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സബ് നിക്വസ് സാമ്പിളിംഗ് എൻകോഡിംഗ്
അതാണ് മ്യൂസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സബ് നിക്വസ് സാമ്പിളിംഗ് എൻകോഡിംഗ് ഈസ് കോൾഡ് മ്യൂസ്. അത് ഒരു ജപ്പാൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു മ്യൂസ് സിസ്റ്റം, NHK മ്യൂസ് സിസ്റ്റം, PAL NTSC പറയുന്ന പോലെ തന്നെ ജപ്പാൻ സ്റ്റാൻഡേർഡാണ് മ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ദിസ് ഇൻക്ലൂഡ്സ് 1125 സ്കാനിങ് ലൈൻസ് പെർ ഫ്രെയിം എലോങ് വിത്ത് 60 ഫീൽഡ് പെർ സെക്കൻഡ്. വളരെ ക്ലിയർ ആണ്. നമ്മൾ നോർമൽ ടിപ്പിക്കൽ പാൽ സിസ്റ്റം ആണെങ്കിൽ 625 ലൈൻ സിസ്റ്റം ആയിരുന്നു. അതുപോലെ ഫ്രെയിംസ് ഇൻ്റർലേസർ സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 50 ലൈൻസ് ആയിരുന്നു അല്ലേ. ഇതിലൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ 1125 സ്കാനിങ് ലൈൻസ് യൂസ് ചെയ്യും, 60 ഫീൽഡ് പെർ സെക്കൻഡ് യൂസ് ചെയ്യും. ആസ്പെക്ട് റേഷ്യോ ആസ് യൂഷ്വൽ 16:9 ആയിരിക്കും. ഇതാണ്. അതുപോലെ നമ്മൾ മ്യൂസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡ് ഇൻ്റർലേസർ സ്കാനിങ് ആണ്. സോ നെക്സ്റ്റ് ആണ് യുറേക്ക സിസ്റ്റം. യുറേക്ക ഈസ് വൺ ഓഫ് ദി യൂറോപ്പ് സ്റ്റാൻഡേർഡ്. ഇറ്റ് ഹാസ് 1249 സ്കാനിങ് ലൈൻസ് പെർ ഫ്രെയിം വിത്ത് 16:9 ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ 1249 സ്കാനിങ് ലൈൻസ് ആണ് യുറേക്ക സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. 1125 സ്കാനിങ് ലൈൻസ് ആണ് മ്യൂസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ജപ്പാൻ സ്റ്റാൻഡേർഡാണ്, ഒന്ന് യൂറോപ്പ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇത് ചോദിക്കാം, അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയതുകൊണ്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. PALഉം NTSC ഒക്കെ ചോദിക്കുന്നതിനേക്കാളും ചാൻസ് കൂടുതൽ എന്താണ് HTTV എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ചോദിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക എത്ര സ്കാനിങ് ലൈൻസ് ഉണ്ട്, അതുപോലെ എന്താണ് സിസ്റ്റത്തിൻ്റെ പേര്, ഏത് കൺട്രിയാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. സോ നമുക്ക് ക്ലാസിഫിക്കേഷൻ, നമ്മളിപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു HTTVയുടെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ ട്രാൻസ്മിഷനെ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം HTTVയെ. സോ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സിസ്റ്റം ഈസ് MAC, സെക്കൻഡ് സിസ്റ്റം ഈസ് അഡ്വാൻസ്ഡ് HD ടെക്നോളജി. MAC ഫോർ മൾട്ടിപ്ലക്സ്ഡ് അനലോഗ് കോമ്പണൻറ്റ് ടെക്നോളജി. MAC എന്ന് പറയുന്നത് ശരിക്കും ഓൾഡസ്റ്റ് ടെക്നിക്കാണ് HTTVയിലെ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് HD ടെക്നോളജിയാണ്. സോ ഇതിൽ തന്നെ 3 സബ് പാർട്ട് വരും: ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ ബ്രോഡ്കാസ്റ്റിംഗ്. അഡ്വാൻസ്ഡ് HTTVയിൽ 3 ടെക്നോളജീസ് വരും: ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ ബ്രോഡ്കാസ്റ്റിംഗ്. ആ വേർഡ് തന്നെ നമുക്കറിയാം, ഒന്ന് സാറ്റലൈറ്റ് ആണ്, ഒന്ന് കേബിളാണ്, ഒന്ന് ടെറസ്ട്രിയൽ സിസ്റ്റമാണ്. സോ ഇതിൽ തന്നെ 3 ടൈപ്പ് വരാം. ATSC, ഇതിൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ATSC സ്റ്റാൻഡ് ഫോർ അഡ്വാൻസ്ഡ് ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി. DVB സ്റ്റാൻഡ് ഫോർ ഡിജിറ്റൽ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ISTB സ്റ്റാൻഡ് ഫോർ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഈ 3 സബ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും ഈ ഓരോ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിനും. അപ്പോൾ ഓർത്ത് വയ്ക്കുക 2 ടൈപ്പ്. സോ ബേസിക്കലി MAC എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സ്ഡ് അനലോഗ് കോമ്പണൻറ്റ് HD ട്രാൻസ്മിഷൻ ആർ ഹൈ ഡെഫിനിഷൻ Y, U and V സിഗ്നൽസ് ആർ ടൈം കംപ്രസ്ഡ് ബട്ട് അനലോഗ് ഇൻ നേച്ചർ. സൗണ്ട് ആൻഡ് സിങ്ക് ആർ സാമ്പിൾഡ്, ക്വാണ്ടൈസ്ഡ് ആൻഡ് എൻകോഡർ യൂസിങ് PCM. വളരെ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് Y എന്ന് പറയുന്നത് നമുക്കറിയാം ലുമിനൻസ് ആണ്, യുവും വിയും കളർ സിഗ്നൽസ് ആണ്. ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കംപ്രഷന് യൂസ് ചെയ്യുന്നത് ബേസിക്കലി അനലോഗ് നാച്ചുറാണ്, അനലോഗ് മെത്തേഡ് ആണെങ്കിൽ ഇതാണ് MAC സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്തായാലും MAC അല്ല യൂസ് ചെയ്യുന്നത്, കാരണം നമ്മളിപ്പോൾ ഫുള്ളി ഡിജിറ്റൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സോ ദ സൗണ്ട് ആൻഡ് സിങ്ക് ആർ സാമ്പിൾഡ്, ക്വാണ്ടൈസ്ഡ് ആൻഡ് എൻകോഡിംഗ് യൂസിങ് PCM ടെക്നിക്. നമ്മൾ PCM പഠിച്ചിട്ടുണ്ട്, പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൗണ്ടും സിങ്കർണൈസേഷനും ഒക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ ഇതാണ് MAC സിസ്റ്റം എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് HTTV ആണ് രണ്ടാമത്തെ സിസ്റ്റം. In advanced HTTV transmission, the high definition Y, U and V signals are separately sampled, quantized and encoded using PCM technique. അപ്പോൾ നമ്മുടെ ലുമിനൻ സിഗ്നലിനെയും കളർ സിഗ്നൽസിനെയൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ സാമ്പിൾ ചെയ്ത് ക്വാണ്ടൈസ് ചെയ്ത് എൻകോഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്കീമിൻ്റെ പേരാണ് അഡ്വാൻസ്ഡ് HTTV ടെക്നോളജി. അപ്പോൾ ഈ 2 സ്കീം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്താണ് MAC, എന്താണ് അഡ്വാൻസ്ഡ് HTTV. ഓക്കെ. അപ്പോൾ നമുക്ക് ജനറലി ഇതിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന MAC TV കോൺസെപ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും എങ്ങനെ വരും. അപ്പോൾ ഞാൻ ഡെപ്തിലുള്ള ബ്ലോക്ക് ഡയഗ്രം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലനേഷൻ മാത്രം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് 3 കോമ്പണൻ്റാണ് ഉള്ളത്. ഒന്ന് ഹൈ ഡെഫിനിഷൻ വീഡിയോ, HD വീഡിയോ, ഇറ്റ് മേ ബി എ 720p or 1080p. ഒരു സൗണ്ട് ഡാറ്റ, നമ്മളെ ഓഡിയോ സിഗ്നൽ അല്ലേ. പിന്നെ സിങ്കർണൈസേഷൻ എന്താണ്? മേ ബി എ ഹൊറിസോണ്ടൽ സിങ്കർണൈസേഷൻ ഓർ വെർട്ടിക്കൽ സിങ്കർണൈസേഷൻ. ഇതാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഡെഫിനിഷൻ വീഡിയോനെ എന്ത് ചെയ്യും? ടൈം കംപ്രഷൻ ചെയ്ത് നമ്മൾ മക്സിലേക്ക് പാസ് ചെയ്യും.
സൗണ്ടിനെയും സിങ്കർണൈസേഷനും നമ്മൾ അനലോഗ് ടു ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളതിന് PCM ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും സിങ്കർണൈസേഷൻ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും നമ്മൾ PCM യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഇതിന് നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റലായിട്ട് മാറ്റാൻ കംപ്രസ് ചെയ്തിട്ട് മക്സിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ മക്സിലേക്ക് 3 ഇൻപുട്ട് വരുന്നുണ്ട്. ഒന്നൊരു HD വീഡിയോ, ഒന്നൊരു സൗണ്ട് ഡാറ്റ, ഒന്നൊരു സിങ്ക് സിഗ്നൽ. ഈ 3 കൂടി കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് മേ ബി FM ആവാം, AM ആവാം. നമ്മളൊരു ടെറസ്ട്രിയൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്, ഒരു ബേസിക് സാറ്റലൈറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മൊത്തം സിഗ്നലിനെ നമ്മളൊരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലായിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ജനറൽ കേബിൾ സിസ്റ്റത്തിലേക്കാണ് ഇതിനെ പാസ് ചെയ്യുന്നതെങ്കിൽ, സാറ്റലൈറ്റ് അല്ല, നമ്മൾ ഡയറക്റ്റ് ഒരു കേബിൾ സിസ്റ്റത്തിലേക്കാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് AM-ഉം VSP ആണ്. എന്താണ് AM? AM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, VSP എന്ന് പറഞ്ഞാൽ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. സോ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ ആയിരിക്കും നമ്മൾ കേബിൾ ബ്രോഡ്കാസ്റ്റിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിന് എന്താ യൂസ് ചെയ്യുക? FM ടെക്നിക്, ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സിഗ്നൽ അല്ലേ. സോ ഈ സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും, നമ്മളൊരു ഡിഷ് ആൻറ്റിന വഴി ഈ സിഗ്നൽ റിസീവ് ചെയ്യും. സോ FM ഡീമോഡുലേറ്റർ ആണ് അപ്പോൾ FM ആണല്ലോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ. FM ഡീമോഡുലേറ്റർ വഴി നമ്മൾ ഈ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്യും. സോ HT MAC ഡീകോഡർ വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്, നമ്മൾ ഈ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത FM ഡീമോഡുലേറ്റഡ് സിഗ്നലിൽ 3 സിഗ്നൽസാണ് ഉള്ളത്. ഒന്ന് എന്താണ്? ഒന്ന് നമ്മുടെ ഓഡിയോ സിഗ്നൽ, ഒന്ന് വീഡിയോ സിഗ്നലും, ഒന്ന് സിങ്ക് സിഗ്നലും. സോ ഇത് ശരിക്കും ഒരു DMUX ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇൻപുട്ടിൽ നമുക്ക് മക്സ് ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് DMUX ആണ് വരിക. DMUX എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഇൻപുട്ടും 2 or 3 ഔട്ട്പുട്ടുകളും വരും. ഇപ്പോൾ 1:3 DMUX ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത FM-ൽ 3 പാർട്ട് വരും. ഒന്ന് ഓഡിയോ, അതിന് ഓഡിയോ പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി നമ്മൾ സ്പീക്കറിലേക്ക് പാസ് ചെയ്യും. ഒന്ന് വീഡിയോ പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി നമ്മളൊരു HD ഡിസ്പ്ലേയിലേക്ക് പാസ് ചെയ്യും. ഒന്ന് സിങ്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി നമ്മൾ സിങ്കർണൈസേഷൻ പൾസിനെ എങ്ങോട്ടേക്ക് എത്തിക്കും? HD ഡിസ്പ്ലേയിലേക്ക് എത്തിക്കും. ആ സിങ്കർണൈസേഷനും വീഡിയോയും, സിങ്കർണൈസേഷൻ പൾസ് പ്രോപ്പറായി വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വീഡിയോ സിഗ്നലിന് ഓഡിയോ സിഗ്നലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു MAC HDTVയുടെ ജനറൽ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മളൊരു അഡ്വാൻസ്ഡ് HDTV, അപ്പോൾ നിങ്ങൾ MACൽ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. നിങ്ങൾ നോക്കുക, സപ്പോസ് നമ്മളിപ്പോൾ സാറ്റലൈറ്റ് എന്നുള്ള റിസീവറാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ ജനറൽ കേബിൾ വഴിയാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരിക? ജനറൽ കേബിൾ വഴിയാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ FM ഡീമോഡുലേറ്ററിന് പകരം എന്ത് യൂസ് ചെയ്യും? AM വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ഡീമോഡുലേറ്റർ യൂസ് ചെയ്യും. അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ MAC ഡീകോഡറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇനിയാണ് അഡ്വാൻസ്ഡ് HD റിസീവർ. നമ്മളിപ്പോൾ പറഞ്ഞു അഡ്വാൻസ്ഡ് HD റിസീവർ ആണ് ഇപ്പോൾ നമ്മൾ കറൻ്റ് യൂസ് ചെയ്യുന്നത്. പ്യുവർലി എല്ലാം എന്താണ്? ഡിജിറ്റലാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ട്രാൻസ്മിറ്ററിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ടൈം കംപ്രഷന് പകരം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു PCM ടെക്നിക്ക് യൂസ് ചെയ്യും. അതായത് സാമ്പിൾ ചെയ്യാനും ക്വാണ്ടൈസ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും നമ്മളൊരു പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്യും. അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കിപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന റിസീവറിൽ 3 സിഗ്നൽസ് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 സിഗ്നൽസ് നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. ഒന്ന് ATSC, അഡ്വാൻസ്ഡ് ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി, ഡിജിറ്റൽ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ISTV. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക 3 സിസ്റ്റംസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒന്ന് ഏതാണ്? ഒന്ന് നിങ്ങൾ നോക്കുക ടെറസ്ട്രിയൽ സിസ്റ്റം. ടെറസ്ട്രിയൽ സിസ്റ്റം ആണെങ്കിൽ അതെങ്ങനെ? ടെറസ്ട്രിയൽ സിസ്റ്റം ആണെങ്കിലും കേബിൾ ആണെങ്കിലും സാറ്റലൈറ്റ് ഡിഷ് ആൻറ്റിന ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ HDTV ട്യൂണർ ആൻഡ് ഡീമോഡുലേറ്റർ വഴിയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ ഹൈ ഡെഫിനിഷൻ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നത്. സോ ദ സിഗ്നൽ ഫ്രം ടെറസ്ട്രിയൽ കേബിൾ ഓർ സാറ്റലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ HDTV ട്യൂണർ ആൻഡ് ഡീമോഡുലേറ്റർ. സോ എന്തായിരിക്കും ഡീമോഡുലേറ്റർ ചെയ്യുന്ന കാര്യം? ഡീമോഡുലേറ്റർ ബേസിക്കലി ചെയ്യുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്യുമ്പോൾ 3 സെക്ഷനായിട്ട് മാറും. ഒന്ന് ഓഡിയോ, ഒന്ന് വീഡിയോ, ഒന്ന് സിങ്ക് സർക്യൂട്ട്. സോ ഓഡിയോ പ്രോസസ്സിംഗ് ആൻഡ് ഓഡിയോ ഇൻ്റർഫേസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഓഡിയോനെ എക്സ്ട്രാക്ട് ചെയ്യാം. വീഡിയോ പ്രോസസ്സിംഗ് വഴിയും വീഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്യാം. സിങ്ക് പ്രോസസ്സിംഗ് വഴി നമുക്ക് സിങ്ക് സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇൻ്റർഫേസ് വഴി നമുക്ക് സിങ്ക് സിഗ്നലിനെ ഡിസ്പ്ലേക്ക് കണക്ട് ചെയ്യാം. വീഡിയോ ഇൻ്റർഫേസ് വഴി നമ്മൾ റിസീവ് ചെയ്ത വീഡിയോ സിഗ്നലിനെ HDTV സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യാം. ഓഡിയോ പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 5.1 ഡോൾബി സറൗണ്ടിങ് സിസ്റ്റമാണ്. സോ ഒരു 5.1 സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ അതിൽ കുറേ ടൈപ്പ് ഉണ്ടാകും. LR, RL, RR, LFE സ്പീക്കേഴ്സ്. ഈ എല്ലാ സ്പീക്കേഴ്സിലേക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആയിരിക്കും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓഡിയോ സിഗ്നൽ. അപ്പോൾ ഇതാണ് ബേസിക്കലി HDTV റിസീവർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്.
അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് എഴുതാം. റെഡ്യൂസ് ഗോസ്റ്റ് സിഗ്നൽ. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ PAL സിസ്റ്റത്തിൽ പഠിച്ചൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ഗോസ്റ്റ്. അത് ഒഴിവാക്കാം HDTV വെച്ചിട്ട്. പിന്നെ റെഡ്യൂസ്ഡ് 50 ഹെർട്സ് ഫ്ലിക്കർ. നമുക്ക് 50 ഹെർട്സിൽ നമുക്ക് ഫ്ലിക്കർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർലേസർ സ്കാനിങ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലിക്കർ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലിക്കർ എന്നുള്ള കോൺസെപ്റ്റേ വരില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന HDTV ആണ്. ഹൈ റെസൊല്യൂഷൻ പിക്ചർ, സ്ലോ മോഷൻ ആക്ഷൻ ചെയ്യാം. റെഡ്യൂസർ ഓപ്പറേഷണൽ ഇൻസ്റ്റബിലിറ്റി. അപ്പോൾ ഓപ്പറേഷണൽ ഇൻസ്റ്റബിലിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞത്, അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും നമ്മുടെ സിഗ്നൽ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, HDTVയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സാറ്റലൈറ്റ് TV. സോ എന്തായിരിക്കും സാറ്റലൈറ്റ് TV? സാറ്റലൈറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ TVൻ്റെ കൂടെ പറഞ്ഞു അല്ലേ, സാറ്റലൈറ്റ്. സോ സാറ്റലൈറ്റ് ഈസ് like a broadcast TV. It is a wireless system for delivering television program directly to viewers' house. Both broadcast television and satellite stations transmit programming via radio signal. The satellite TV solved the problems of range and distortion by transmitting broadcast signal from satellite orbiting the earth. Since the satellites are high in the sky, there are lot of more customers in the line of sight. Satellite TV system transmit and receive radio signal using specialized antennas called satellite dishes. ഒന്നുമില്ല, സാറ്റലൈറ്റ് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ആൻറ്റിനാസ് യൂസ് ചെയ്യും. ഒന്ന് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, ഒന്ന് റിസീവിങ് ആൻറ്റിന. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന നമ്മൾ ആദ്യം സാറ്റലൈറ്റിലേക്ക് പാസ് ചെയ്യും, സാറ്റലൈറ്റിന് തിരിച്ച് അങ്ങോട്ട് പാസ് ചെയ്യും, റിസീവിങ് ആൻറ്റിലേക്ക് പാസ് ചെയ്യും. സോ ദർ ആർ 2 types of television broadcast basically, that is C-band and KU band. നിങ്ങളത് ഓൾറെഡി കമ്മ്യൂണിക്കേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ C-band ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3.7 to 6.4 GHz ആണ് C-band. പഴയ ടൈപ്പാണ്. നിങ്ങൾ പഴയ ഡിഷ് ആൻറ്റന ഉണ്ടാവും, വലിയ ഡിഷ് ആൻറ്റന. അത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന C-band റേഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന KU band ഫ്രീക്വൻസി റേഞ്ച് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 11.7 GHz to 14.5 GHz. അപ്പോൾ ഓർത്ത് വയ്ക്കുക, KU band ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. DTH അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ഹോം പഠിക്കുമ്പോൾ, DTH എന്നുള്ള കീവേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. DTH അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ഹോം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് DBS, ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ. സോ ദർ ആർ 5 major components involved in DTH, direct broadcasting satellite system, the programming source, the broadcasting center, satellite dish and receiver. അപ്പോൾ നമ്മൾ ജനറൽ ഡിഷ് ആൻറ്റനയുടെ വർക്കിംഗ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം, ജനറൽ ഡിഷ് ആൻറ്റന എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്നുള്ള സിഗ്നൽ ഉണ്ടാവും. നമ്മൾ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽ. അപ്പോൾ ഒരു TV ചാനലിൻ്റെ ഓഫീസായിരിക്കാം മേ ബി ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ. ഈ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒരു ഡിഷ് ആൻറ്റന വഴി സാറ്റലൈറ്റിലേക്ക് പാസ് ചെയ്യും. സോ ഈ സിഗ്നലായിരിക്കും അപ്ലിങ്ക് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ദ സിഗ്നൽ ഫ്രം എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിറ്റർ ടു സാറ്റലൈറ്റ് ഈസ് കോൾഡ് അപ്ലിങ്ക് സിഗ്നൽ. ഈ അപ്ലിങ്ക് സിഗ്നലിനെ ഡൗൺലിങ്ക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും സാറ്റലൈറ്റ്. ഡൗൺലിങ്ക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് തിരിച്ച് റിസീവർ ഡിഷ് ആൻറ്റനയിലേക്ക് പാസ് ചെയ്യും. സോ അപ്ലിങ്ക് സിഗ്നൽ എന്തായിട്ട് മാറി, ഡൗൺലിങ്ക് ആയിട്ട് മാറി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ഓഫ് ബോക്സ് വെച്ചിട്ട് നമുക്കൊരു LNBയും ഒരു സെറ്റ് ഓഫ് ബോക്സും വെച്ച് ഈ സിഗ്നലിനെ റിസീവ് ചെയ്യാം. നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്നുള്ള സിഗ്നൽ നമുക്ക് ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണാം. അപ്പോൾ ജനറലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് സോഴ്സ് അല്ലേ, ആരാണ് എന്ത് സോഴ്സാണോ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അടുത്താണ് ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ. ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹബിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം കുറേ സിഗ്നൽ, കുറേ പ്രോഗ്രാമിംഗ് സോഴ്സസ് വരുന്നുണ്ടെങ്കിൽ ഈ എല്ലാ പ്രോഗ്രാമിംഗ് സോഴ്സസിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഫയലാക്കിയിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി ലിയോ, ജിയോ, മിയോ, അങ്ങനെ കുറേ ടൈപ്പ് സാറ്റലൈറ്റ്സ് ഉണ്ട്. അത് നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ വഴിയുള്ള സിഗ്നൽ സാറ്റലൈറ്റിലേക്ക് പാസ് ചെയ്യും. സാറ്റലൈറ്റ് എന്ത് ചെയ്യും, ഈ സിഗ്നലിനെ ഡൗൺലിങ്ക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് സെൻഡ് ചെയ്യും, വ്യൂവേഴ്സ് ഡിഷിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ വ്യൂവേഴ്സ് ഡിഷ് വഴി നമുക്ക് സിഗ്നലിനെ റിസീവ് ചെയ്യാം. ഒരു ഡിജിറ്റൽ റിസീവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സിഗ്നലിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി DTH അല്ലെങ്കിൽ ഡയറക്റ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ശരിക്കും കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ HDTVൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ്സ് ചോദിക്കാം, C-ബാൻഡിൻ്റെയും KU ബാൻഡിൻ്റെയും ഫ്രീക്വൻസി ചോദിക്കാം, HTയിലെ കുറേ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ രണ്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എന്താണ് റെസൊല്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ എന്ത് ചോദിക്കാം, ഏത് സ്കാനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് HDTVയിൽ പറയാനുള്ളത്. ഓക്കെ.